ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ അക്കോസ്റ്റിക് മൊഡ്യൂൾ, അതായത് മൂന്നാമത്തെ മൊഡ്യൂളിലെ ക്ലാസ് ആണിത്. നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്ലാസ്സസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണിത്. അപ്പോൾ വാട്ട് ഈസ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്? ബിൽഡിംഗ് അക്കോസ്റ്റിക്സ്, also known as architectural acoustics, is the study of sound in buildings and the design of structures to achieve optimal acoustic performance. അപ്പോൾ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ അക്കോസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ, അതിന്റെ ജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന ഒരു സയൻസ് ആണ് അക്കോസ്റ്റിക്സ്. അപ്പൊ ബിൽഡിംഗ് അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ബിൽഡിംഗ് അക്കോസ്റ്റിക്സ് അഥവാ ആർക്കിടെക്ചറൽ അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു ബിൽഡിങ്ങിൽ ഒപ്റ്റിമൽ അക്കോസ്റ്റിക് പെർഫോമൻസ് കൊണ്ടുവരാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് പ്രധാനമായിട്ട് നമ്മളൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു വലിയൊരു ഇവന്റ് നടക്കുന്ന ഹാളിലൊക്കെ ആലോചിച്ച് നോക്കൂ, നമ്മളവിടെ ഭയങ്കര എക്കോയാണ്, പ്രോപ്പർലി നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച്, ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈനിങ്ങിൽ അക്കോസ്റ്റിക്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഒപ്റ്റിമൽ അക്കോസ്റ്റിക് പെർഫോമൻസ് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് എക്കോ മിനിമൈസ് ചെയ്യാം, എങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിവർബറേഷൻ ടൈം കൊണ്ടുവരാം, ഇതൊക്കെയാണ് ബേസിക്കലി അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് അക്കോസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തത് റീവർബറേഷനെ കുറിച്ച് പഠിക്കാം. Reverberation is the phenomenon of persistence of sound after it has been stopped due to multiple reflections from surfaces. അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം, നമ്മളൊരു ലാസ്റ്റ് ഭാഗമൊക്കെ ഇങ്ങനെ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട്, അതായത് നമ്മൾ സംസാരിച്ച് നിർത്തി കഴിഞ്ഞിട്ടും അതിന്റെ ഒരു ലാസ്റ്റ് ഭാഗം ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യാൻ, സൗണ്ട് ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫിനോമിനൻ ആണ് റീവർബറേഷൻ. സോ റീവർബറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പേഴ്സിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ സ്റ്റോപ്ഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഫ്രം സർഫസസ്. അതിന് മെയിൻ കാരണം എന്താണ്? നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ആ സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. അതിന് മെയിൻ റീസൺ പല സർഫസസ്, ഓക്കെ, ആ ഒരു ഹാൾ ഉണ്ടെങ്കിൽ ആ ഹാളിന്റെ പല സർഫസിൽ നിന്നുമുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ റിഫ്ലക്ഷൻസ് ആണ് ഈ റീവർബറേഷന് കാരണം. അപ്പൊ നമുക്ക് ഈ റീവർബറേഷൻ കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റിഫ്ലക്ഷൻസ് കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള അബ്സോർബൻസ് നമ്മൾ ആ ഹാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കർട്ടൻസ്, കാർപ്പറ്റ്സ് മുതലായ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീവർബറേഷൻ കുറയ്ക്കാം. എന്നാൽ ചില കേസസിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള റീവർബറേഷൻ നല്ലതുമാണ്. ഉദാഹരണത്തിന് ഒരു മ്യൂസിക് ഒക്കെ നമ്മൾ പാടുമ്പോൾ കുറച്ചൊരു റീവർബറേഷൻ നമുക്ക് ആ മ്യൂസിക്കിനെ കുറച്ച് ഇമ്പമുള്ളതാക്കാൻ ഹെൽപ്പ് ചെയ്യും, ഒരു പരിധി വരെ മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ റീവർബറേഷൻ ടൈം എന്ന് പറയും. എന്താണ് ഈ റീവർബറേഷൻ ടൈം? അതായത് ഈ സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യുന്ന ആ ടൈം, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും ഈ സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കുന്ന, ഓക്കെ, നമുക്ക് കേൾക്കുന്നതെന്ന് കൂടെ നമ്മൾ പറയാനുള്ള കാരണം, ഈ ഒറിജിനൽ സൗണ്ടിന്റെ ഇന്റൻസിറ്റി 10⁻⁻⁶ ഓഫ് ദാറ്റ് ഒറിജിനൽ ഇന്റൻസിറ്റി ആകുന്നത് വരെ അതെടുക്കുന്ന ടൈമാണ് റീവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സൗണ്ട് ഒരു 60 dB, ഓക്കെ, ബൈ 60 dB ഫോൾ ചെയ്യണം. So reverberation time is the time interval after the source of sound is cut off in which the intensity of the sustained note falls to 1/1,000,000th of its original value, or it is the time interval in which
the intensity level of sound falls by 60 decibel. അടുത്തത് സബൈൻസ് ഫോർമുല. സബൈൻ എന്ന് പറയുന്നത് സയന്റിസ്റ്റിന്റെ നെയിമാണ്. അപ്പം ഇതിന്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് വാല്യൂലുള്ള ഡിഫറൻസ് ആണ്, അതെന്താന്ന് പറയാം. റീവർബറേഷൻ ടൈം ഈക്വൽ ടു 0.049 V by A or RT equal to ഒരു ഈക്വൽ മതിയെ RT equal to 0.161 V by A. സോ അതെന്താന്ന് വെച്ചാൽ ഇതിന് രണ്ട് ഡിഫറൻസ്, ആ വാല്യൂലുള്ള ഡിഫറൻസ് ഫസ്റ്റ് കേസിൽ നമ്മൾ ഡയമെൻഷൻ ഫീറ്റിലും സെക്കൻഡ് കേസിൽ ഡയമെൻഷൻ മീറ്ററിലും ആണ് എടുത്തിരിക്കുന്നത്. അതാണ്. അപ്പൊ ആദ്യം വി എന്താണ്, എ എന്താന്ന് പറയാം. വി എന്ന് പറയുന്നത് റൂമിന്റെ വോളിയം ആണ്. എ എന്ന് പറയുന്നത് ടോട്ടൽ എഫക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്. സോ വി എന്താണ്, എ എന്താണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ റീവർബറേഷൻ ടൈം ഷുഡ് നോട്ട് ബി ടു ലാർജ് ഓർ ടു സ്മോൾ. രണ്ടും ആവരുത്, ഒരുപാട് ലാർജും ആവരുത്, ഒരുപാട് കുറവും ആവരുത്. ഇഫ് ടി ഇസ് ടു ലാർജ് ദ റിസൾട്ടിങ് സൗണ്ട് പേഴ്സിസ് ഫോർ ലോങ് ടൈം. അല്ലെ, റീവർബറേഷൻ ടൈം കൂടുതലാണെങ്കിൽ എന്താണ്, അത് കുറെ നേരം അതിന്റെ പേഴ്സിസ്റ്റൻസ് നീണ്ടു നിൽക്കും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓവർലാപ്പ് ആയിട്ട് പോകും. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇങ്ങനെ പേഴ്സിസ്റ്റ് ആയി നിൽക്കുകയാണ്, രണ്ടാമതും കൂടെ നമ്മൾ കയറി പറയുമ്പോൾ അതിങ്ങനെ ആ പേഴ്സിസ്റ്റൻസ് ഓഫ് സൗണ്ട് കാരണം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമുക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല. അതുപോലെ ടു സ്മോൾ ആയാലും എന്താ പ്രശ്നം, അബ്രബ്ലി എൻഡ് ആവുന്നതായിട്ട് തോന്നും, പെട്ടെന്ന് എൻഡ് ആവുന്നതായിട്ട് തോന്നും. അപ്പൊ അതും നമുക്ക് അത്ര പ്ലസന്റ് ആയിരിക്കില്ല കേൾക്കാൻ. Total absence of reverberation produces an unpleasant effect called dead effect. A room with zero reverberation time is called dead room. അതായത് ഒട്ടും തീരെ റീവർബറേഷൻ ഇല്ല. അടുത്തത് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ. It is the process by which a material or structure absorbs sound waves rather than reflecting them. The process occurs when sound waves hit a surface and some of the sound is absorbed by the material while the rest is reflected or passes through. ഒരു മെറ്റീരിയൽ സൗണ്ട് വന്ന് വീഴുമ്പം കുറച്ച് റിഫ്ലക്ട് ചെയ്യും, കുറച്ച് അബ്സോർബ് ചെയ്യും, അങ്ങനെ. There are things like sofa cover, the curtain, which can absorb sound, and this is known as sound absorption. അങ്ങനെ സൗണ്ട് അബ്സോർബിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഈ സോഫ കവേഴ്സ്, കേർട്ടൻസ്, കാർപ്പറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീവർബറേഷൻ ടൈം കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് റീവർബറേഷൻ ടൈം കുറയ്ക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അടുത്തത് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതിനെ ആൽഫ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ സൗണ്ട് അബ്സോർപ്ഷൻ എഫിഷ്യൻസി ഓഫ് മെറ്റീരിയൽസ്. ആൽഫ ഇസ് ദ റേഷ്യോ ഓഫ് അബ്സോർബ്ഡ് എനർജി ടു ഇൻസിഡന്റ് എനർജി. അതായത് ഒരു മെറ്റീരിയലില് എത്രത്തോളം എനർജി ഇൻസിഡന്റ് ആവുന്നുണ്ട്, അതിൽ എത്രമാത്രം സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ റേഷ്യോ ആണ് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതായത് ഒരു മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ എഫിഷ്യൻസി ആണ് ഈ ഒരു ആൽഫ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ അതിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പം ആൽഫ എന്ന് പറയുന്നത് 1 ആണെങ്കിലോ
ആൽഫ ഈക്വൽ ടു 1. അതിന്റെ അർത്ഥം എന്താണ്? ഇൻസിഡന്റ് ചെയ്യുന്ന മൊത്തം സൗണ്ട് എനർജിയും അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇൻസിഡന്റും അബ്സോർപ്ഷനും സെയിം ആണ്. അതുകൊണ്ടാണല്ലോ ആൽഫ നമുക്ക് 1 ആയിട്ട് കിട്ടുന്നത്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The sound absorbed capacity of a certain building element is characterized by sound absorption A. അത് നമ്മൾ നേരത്തെ സബൈൻസ് ഫോർമുല ഇക്വേഷനിൽ നമ്മളൊരു A പറഞ്ഞില്ലേ, സെയിം സംഭവമാണ്. Which equals the sound absorber surface area multiplied by the sound absorption coefficient. സിഗ്മ സമ്മേഷൻ ആണ്. I equal to 1 to n Si alpha I. അതായത് നമ്മൾ എങ്ങനെ വരും? S1 ആൽഫ 1 പ്ലസ് S2 ആൽഫ 2 അങ്ങനെ Sn ആൽഫ n വരെ വരും. അതായത് ഓരോ മെറ്റീരിയൽസിന്റെ നമ്മൾ കോഎഫിഷ്യന്റ്, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു അതിന്റെ സർഫസ് ഏരിയ പ്ലസ് സെക്കൻഡ് മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ ഇൻറ്റു അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, ഇങ്ങനെ നമ്മളെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ അബ്സോർപ്ഷൻ നമുക്ക് കിട്ടും. ടോട്ടൽ അബ്സോർപ്ഷൻ ദാറ്റ് ഇസ് A. അപ്പം അടുത്തത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് എൻ ഓപ്പൺ വിൻഡോ ഇസ് യൂണിറ്റി. നമ്മൾ ആൽഫ ഈക്വൽ ടു 1 എങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഇൻസിഡന്റ് ആയിട്ടുള്ള സൗണ്ട് എനർജിയുടെ എല്ലാ സൗണ്ടും അത് അബ്സോർബ് ചെയ്യുന്നു. റിഫ്ലക്ഷൻ ഇല്ല, ഫുൾ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓപ്പൺ വിൻഡോ. സോ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് അബ്സോർബർ. ഇത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് വൺ സബൈൻ എന്ന് പറയുന്നത്? സബൈൻ എന്ന് പറയുന്നത് അക്കോസ്റ്റിക് അബ്സോർപ്ഷന്റെ യൂണിറ്റ് ആണ്. സർഫസ് ഏരിയ 1 സ്ക്വയർ ഫീറ്റും പിന്നെ അതൊരു പെർഫെക്റ്റ് അബ്സോർബറിന്റെ അബ്സോർപ്ഷനും ആയിരിക്കും. ദാറ്റ് മീൻസ് പെർഫെക്റ്റ് അബ്സോർബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഈക്വൽ ടു 1. സോ സർഫസ് ഏരിയ 1ഉം ആൽഫ 1ഉം ആയിരിക്കുന്ന ടൈമിലുള്ള അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ ആണ് 1 സബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് 1 സ്ക്വയർ ഫൂട്ട് ഏരിയ ഓഫ് ആൻ ഓപ്പൺ വിൻഡോ, ഓപ്പൺ വിൻഡോ എന്ന് പറയാൻ കാരണം പെർഫെക്റ്റ് അബ്സോർബർ ആണല്ലോ ഓപ്പൺ വിൻഡോ, ഇസ് കോൾഡ് എ സബൈൻ. സോ അതായത് സബൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ that measures the amount of sound absorbed by 1 square foot of a perfect absorber. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കാണാം. താങ്ക് യു.